സാറേ, ബ്രഹ്മോസ് മിസൈലിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ, അതായത് പ്രൊജക്റ്റ് വിഷ്ണു, ഒടുവിൽ നമ്മളത് പരീക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ 450 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ബ്രഹ്മോസിനേക്കാൾ 1500 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള വിഷ്ണു നമുക്കൊരു വലിയ മുതൽക്കൂട്ടാവില്ലേ? ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് അങ്ങനെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടുള്ള കാര്യമല്ല. ഈ വ്യോമസേനയുടെ മുൻ ഉപമേധാവി എയർ മാർഷൽ അനിൽ ഖോസ്ല എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജൂലൈ 14-നും 16-നും ഇടയിൽ ഈ വിഷ്ണു ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലിൻ്റെ പരീക്ഷണം നടന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ എന്തായാലും അറിയാൻ പറ്റുമല്ലോ, അദ്ദേഹത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ 14-നോ 15-നോ 16-നോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് നടന്നിട്ടുണ്ട്. രഹസ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയ കോലാഹലമൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ട് ബ്രഹ്മോസ് ക്രൂസ് മിസൈലിൻ്റെ ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ഒരു ക്രൂസ് മിസൈലായിട്ടാണ് കരുതുന്നത്. മാക് 3 ആണ് അതിൻ്റെ സ്പീഡ്. ഇത് മാക് 8 മുതൽ 10 വരെ സ്പീഡ് വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് വിഷ്ണു. എന്നുവെച്ചാൽ ശബ്ദത്തേക്കാൾ 8 ഇരട്ടി വേഗം, ശബ്ദത്തിൻ്റെ 8 ഇരട്ടി വേഗം, അതായത് 11,000 km/h. ഒരു മണിക്കൂറിൽ 11,000 കിലോമീറ്റർ, അതാണ് ഇതിൻ്റെ സ്പീഡായിട്ട് വരിക. ശബ്ദത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1230 km/h ആണ്. 1230 ശബ്ദത്തിൻ്റെ. ഇത് 11,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ 8 ഇരട്ടി. ബ്രഹ്മോസിൻ്റെ 3 ഇരട്ടി സ്പീഡിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ലോകത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും അസൂയയോട് കൂടി കാണുന്നൊരു മിസൈലാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസ് വാങ്ങിക്കാനായിട്ട് രാജ്യങ്ങളുടെ ക്യൂ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഈ പ്രോജക്റ്റ് വിഷ്ണു ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പരീക്ഷണം നടന്നു കഴിഞ്ഞു. ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽ ആണ്. DRDO വികസിപ്പിച്ചിട്ടുള്ള മിസൈലാണ് അത്. അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് മിസൈലാണ്. ഈ രഹസ്യമായിട്ട് റഡാറുകളുടെ ഒക്കെ കണ്ണിൽപ്പെടാതെ വെട്ടിച്ചു പോകാവുന്ന മിസൈലാണ്. സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയാണ് ഈ സ്പീഡും കൃത്യതയും. അല്ലാതെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അദൃശ്യമായിട്ടിരിക്കുക എന്നുള്ളതാണ് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി. അപ്പോൾ അമേരിക്ക, ചൈന, റഷ്യ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ശേഷി കൈവരിച്ച രാജ്യമാണ് ഇന്ത്യ. ETLDHCM എന്നാണ് പറയുന്നത്. എക്സ്റ്റെൻഡഡ് ട്രാജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽ, അതാണ് വിഷ്ണു. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ സ്വന്തമാണ്. ഇതിൻ്റെ അകത്ത് വേറെ രാജ്യങ്ങൾക്കൊന്നും പങ്കില്ല. തദ്ദേശീയമായിട്ടാണ് എഞ്ചിൻ ഉൾപ്പെടെ ബ്രഹ്മോസിൻ്റെ കാര്യത്തിലൊക്കെ റഷ്യയുമായിട്ടൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ നമ്മുടെ സ്വന്തമാണ്. വിശദാംശങ്ങളൊക്കെ പൊതുവെ രഹസ്യമാണ് ഇതിൻ്റെ. എന്നാലും ഇദ്ദേഹം ഖോസ്ല പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച്. പക്ഷെ സർഫസ് ടു സർഫസ് ആയാൽ കരയിലെ തന്നെ ഒരു ലക്ഷ്യത്തിനെ ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ 2500 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1500 മുതൽ 2500 വരെ എന്ന് പറയേണ്ടി വരും ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാം. അപ്പോൾ പാകിസ്ഥാനും ചൈനയൊന്നും അല്ല, അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ചെല്ലാം എന്നുള്ളതാണ്. ഡീപ്പ് പെനട്രേഷൻ, റഡാറ്, കമാൻഡ് സെൻ്ററുകൾ, റഡാർ കേന്ദ്രങ്ങൾ, കമാൻഡ് കേന്ദ്രങ്ങൾ, കപ്പലുകൾ, കരയിലെ ലക്ഷ്യങ്ങൾ, ആകാശത്ത് നിന്നുള്ള വിമാനങ്ങൾ, പിന്നെ നേവൽ അസറ്റുകൾ, നാവികസേനകളുടെ, ഇതൊക്കെ കൈകാര്യം ചെയ്യാവുന്ന വിധത്തിലുള്ള മിസൈലാണിത്. നശിപ്പിക്കാവുന്നതും സംഹരിക്കാവുന്നതും. ഇതിൽ നമ്മൾ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച നാടൻ സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഇതിൽ
സ്ക്രാം ജെറ്റ് എഞ്ചിനൊക്കെ വികസിപ്പിച്ചതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വികസിപ്പിക്കുമ്പോൾ തന്നെ ഈ ലക്ഷ്യമുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പരീക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഇതൊരു ബ്രേക്ക് ത്രൂ ആണ്. സ്ക്രാം ജെറ്റ് എഞ്ചിൻ നമ്മൾ വികസിപ്പിച്ചു, അത് ഈ ഹൈപ്പർസോണിക് മിസൈൽ വഹിക്കുന്നു എന്നുള്ളത്. 2000 ഡിഗ്രി സെൽഷ്യസ് അത്രയും ചൂട് സഹിക്കാവുന്ന പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അത്രയും താപം വരുമല്ലോ ഇതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത്. പിന്നെ ഇത് അന്തരീക്ഷ വായുവാണ് ഇതിൻ്റെ ഓക്സിഡൻ്റായിട്ട് സ്വീകരിക്കുന്നത്. അതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഓക്സിഡേഷൻ റെസിസ്റ്റൻ്റ് അതൊക്കെ പിടിച്ചു നിൽക്കാവുന്ന കോട്ടിങ്ങൾ ഇതിന് പൊതിച്ചിൽ ഒക്കെ ഉണ്ടാവും. പിന്നെ കടൽ വെള്ളം, സൂര്യപ്രകാശം, ഇതിലൊക്കെ ഇത് നശിച്ചു പോകാമല്ലോ. അപ്പോൾ അത് നശിച്ചു പോകാതിരിക്കാനുള്ള കോട്ടിങ്ങുകൾ ഇതിനുണ്ട്. അത് നാവികസേനയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊതിച്ചിലുകൾ. പിന്നെ സ്പീഡ് നമ്മൾ പറഞ്ഞു, റേഞ്ച് പറഞ്ഞു, പിന്നെ സ്റ്റെൽത്ത്. അത് അതെ, ലോ ആൾട്ടിറ്റ്യൂഡിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയും. ഇതിൻ്റെ പേലോഡ്, ഇത് വഹിക്കുന്ന ആയുധം 1000 മുതൽ 2000 കിലോ വരെയുള്ള സ്ഫോടക വസ്തു അതിന് വഹിക്കാം. കൺവെൻഷണൽ ആൻഡ് ന്യൂക്ലിയർ, സാധാരണ ആയുധങ്ങൾ വഹിക്കാം, ആണവ ബോംബുകളും വഹിക്കാം. ബ്രഹ്മോസ് മാക് 3. പിന്നെ നമുക്കുള്ളത് ശൗര്യ. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രഹ്മോസിൽ നിന്ന് ഈ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ ക്വാണ്ടം ലീപ്പ് ഗോസ്ല എഴുതിയിട്ടുണ്ട്. വലിയ കുതിച്ചുചാട്ടം ആണ് ഇന്ത്യ ഇപ്പോൾ ഈ പരീക്ഷണം വഴി കൈവരിച്ചിരിക്കുന്നത്. 1000 സെക്കൻഡ് ഗ്രൗണ്ട് ടെസ്റ്റ് സ്ക്രാം ജെറ്റ് എഞ്ചിൻ്റെ നമ്മൾ നടത്തിയതായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു നേരത്തെ. 1000 സെക്കൻഡ്, അതായത് കുറച്ച് നേരമൊക്കെയാണ് ആദ്യം ചെയ്യുക, പിന്നെ പല ഘട്ടങ്ങളായിട്ടാണിത് 1000 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന പരീക്ഷണമൊക്കെ നടത്തുന്നത് എഞ്ചിൻ്റെ, സ്ക്രാം ജെറ്റ് എഞ്ചിൻ്റെ. അപ്പോൾ 1000 സെക്കൻഡ് പരീക്ഷണം നടത്തിയപ്പോൾ തന്നെ നമ്മളത് ഹൈപ്പർസോണിക് മിസൈലിൽ ഉപയോഗിക്കും എന്നുള്ളത് വ്യക്തമായിരുന്നു. ഇതൊരു മൈൽ സ്റ്റോൺ, നാഴികക്കല്ല് ആണ്. ചൈനയ്ക്ക് ഹൈപ്പർസോണിക് DF-21D, DF-26 ഇതുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ഇതിൻ്റെ ഈ കേപ്പബിലിറ്റി ഉണ്ട്. നമ്മളും അങ്ങോട്ട് അമേരിക്ക, ചൈന, റഷ്യ കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എത്തി. സാർ, ഇപ്പോൾ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചപ്പോൾ അന്ന് ലോകത്തെ മാധ്യമങ്ങളെല്ലാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ റഷ്യയുമായിട്ട് സഹകരിച്ചാണ് ഈ ബ്രഹ്മോസിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തിയായത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പ്രൊജക്റ്റ് വിഷ്ണു എന്ന് പറയുമ്പോൾ പരമാവധി തദ്ദേശീയമായി നിർമ്മിച്ച എഞ്ചിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു നേട്ടമല്ല. ഇന്ത്യ ഇപ്പോൾ സാറ് പറഞ്ഞാൽ ഒരു നാഴികക്കല്ലാണ്. നമ്മൾ ഇത്തരത്തിൽ അഡ്വാൻസ്ഡായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്വയം പര്യാപ്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയല്ലേ? മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയേക്കാൾ കൂടുതൽ അസൂയയാണ്. കാരണം നമ്മൾ നേരത്തെ ഈ S-400 വാങ്ങിക്കുമ്പോൾ തന്നെ റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് വ്യോമ പ്രതിരോധ സംവിധാനമാണല്ലോ. അമേരിക്കയ്ക്ക് അസൂയ ഉണ്ടായിരുന്നു. അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും, അവരുടെ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പാട്രിയറ്റ് മേടിക്ക്, വേറെ സിസ്റ്റം ടൊമാഹോക്കോ പാട്രിയറ്റോ ഒക്കെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കച്ചവട വിപണിയാണല്ലോ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ. ഇപ്പോൾ അമേരിക്ക ഈ താരിഫ്, ഈ തീരുവയുടെ കാര്യം നോക്കുമ്പോൾ തന്നെ ഇപ്പൊ നാറ്റോയെ കഴിഞ്ഞ ദിവസം ഈ യുക്രൈന് വേണ്ടിയിട്ട് $10 ബില്യൺ ഭീഷണിപ്പെടുത്തി മേടിപ്പിക്കുകയാണ് ആയുധം മറ്റ് രാജ്യങ്ങളെ കൊണ്ട്, അല്ലേ? അപ്പൊ ആയുധ വിപണിയായിട്ട് മറ്റ് രാജ്യങ്ങളെ എടുക്കുമല്ലോ. ഈ ആയുധം വിറ്റിട്ടാണ് ഒരു രാജ്യം വൻ ശക്തിയാകുന്നത്. ആ സന്തോഷം കൂടി എനിക്കുണ്ട് ഇത് പറയുമ്പോഴേ. കാരണം നമ്മളിപ്പോ മറ്റേ ബ്രഹ്മോസ് മേടിക്കാനായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയാണല്ലോ ഇതിന്. 1000 കോടി 2000 കോടിയൊക്കെ വിലയുള്ള മിസൈലുകളാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതും കൂടി ഈ പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് പുറത്തു വരുമ്പോൾ കുറേയും കൂടി ഈ ഇപ്പം തന്നെ അത് ആവശ്യപ്പെട്ട് രാജ്യങ്ങളൊക്കെ വരും. കാരണം അത് ബ്രഹ്മോസിൻ്റെ 3 ഇരട്ടി സ്പീഡാണ്, റേഞ്ച്
വളരെ വലുതാണ്. മറ്റേ 450 കിലോമീറ്റർ ആണ്. ഇത് 1500 മുതൽ 2500 വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് കരയിൽ നിന്ന് കരയിലേക്കാണെങ്കിൽ. അപ്പോൾ ഇതൊരു അതായത് ഇന്ത്യ ഒരു വൻശക്തി ആയി എന്നുള്ളതിൻ്റെയാണ്. കാരണം നമുക്ക് ഈ സ്ക്രാം ജെറ്റ് ഡെവലപ്പ് ചെയ്യുക ഇതൊന്നും എളുപ്പമല്ല. ഇത് ഒരുപാട് നിക്ഷേപം, ഒരുപാട് മുടക്കണ്ട. ഇപ്പം 20,000 കോടിക്ക് വാക്സ് നമ്മൾ എയർബസ് എടുത്തിട്ട് മാറ്റുന്നു എന്ന് പറയുമ്പോൾ 20,000 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ തുകയാണ്. അപ്പം ആയുധം വിറ്റിട്ടേ നമുക്ക് വൻശക്തിയാകാൻ കഴിയുള്ളൂ. ആയുധം വിറ്റാലേ നമുക്ക് പുതിയ ആയുധങ്ങൾ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് മിസൈൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പൈനിയേഴ്സായി എന്നുള്ളതാണ്. നമ്മൾ ഇനി ആ കാര്യത്തിൽ എന്തും ചെയ്യാം എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ വിമാന എഞ്ചിനുകളും ഒക്കെ നമുക്കിവിടെ ഉണ്ടാക്കാവുന്ന വിധത്തിലേക്കൊക്കെ ഇതിൻ്റെ അകത്ത് നിക്ഷേപം ധാരാളം വേണ്ടി വരുമല്ലോ. കുറെ ട്രയൽ ആൻഡ് എറർ അല്ലേ, കുറെ പാളിപ്പോവുമായിരിക്കും, പിന്നെ ശരിയാകുമായിരിക്കും. ഇപ്പം നമ്മൾ ശുക്ലയെ ബഹിരാകാശത്തേക്ക് അയച്ചപ്പോൾ 600 കോടി രൂപ ചിലവാക്കിയിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ ഇത്തരം കുതിച്ചു ചാട്ടങ്ങൾക്കൊക്കെ പൈസ ആവശ്യമുണ്ട്. അതിന് നമ്മൾ മിസൈലുകൾ ഉണ്ടാക്കണം, ആയുധങ്ങൾ ഉണ്ടാക്കണം, അത് വിൽക്കണം. അങ്ങനെയാണ് ആയുധങ്ങൾ വിറ്റാണ് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വൻശക്തികളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.